ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ഹോട്ടല്, ബേക്കറി, മീൻ സ്റ്റാള്, പച്ചക്കറി സ്റ്റാള്, ഇവിടെയൊക്കെയുള്ള ജൈവ മാലിന്യങ്ങൾ, ഭക്ഷണ വേസ്റ്റുകളൊക്കെ തന്നെ ജൈവവളമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ മാർക്കറ്റിലുള്ള കെട്ടിടത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ കൊടകര പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് കൊടകര പഞ്ചായത്തിലെ ജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് അതിനെ സംസ്കരിച്ച് കമ്പോസ്റ്റാക്കി മാറ്റുക ചെയ്യുന്നത്. ഇവിടെ ഇപ്പം നമുക്കൊരു 50 ഷോപ്പുകളോളം നമ്മളിവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾ ഷോപ്പുകൾ, അതേപോലെ ഹോട്ടൽസ്, ബേക്കറി, പിന്നെ ഫിഷ് കട്ടിങ് ഷോപ്പുകൾ, ഇവിടെ നിന്നെല്ലാം നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. ഈ കളക്ട് ചെയ്യുന്ന വേസ്റ്റിനെ നമ്മളിവിടെ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് അതിനെ കമ്പോസ്റ്റാക്കി മാറ്റുക ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്ക് പഞ്ചായത്തിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ സഹകരണമുണ്ട്. അതേപോലെ കൊടകര പഞ്ചായത്തിലെ നിവാസികളും ഷോപ്പ് ഉടമകളും ഇവരുടെ ഭാഗത്തു നിന്നെല്ലാം നമുക്ക് നല്ല രീതിയിൽ സഹകരണമുണ്ട്. നമ്മളൊരു 650-700 കിലോ വേസ്റ്റ് ഇപ്പോൾ നമ്മൾ ഡെയിലി കളക്ട് ചെയ്യുന്നുണ്ട്. അതിനെ പ്രോസസ്സ് ചെയ്ത് കമ്പോസ്റ്റാക്കി ഇവിടെ തന്നെ വിപണനം ചെയ്യാനുള്ള ഒരു രീതിയിലോട്ടാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ പ്രോസസ്സിങ് എല്ലാം ഓക്കെ ആണ്. മീനിൻ്റെ വേസ്റ്റുകളൊക്കെ കൊണ്ടുപോകുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ സുഖമാണ്. മറ്റേ വേറെ ആളുകൾ വന്ന് കൊണ്ടുപോകാറുണ്ട്, പക്ഷെ അത് എന്നും കൊണ്ടുപോകില്ല. ചില ദിവസം അന്ന് ഞങ്ങൾക്ക് ഒരു ടെൻഷനാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, അവരെന്നും വന്ന് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ വേസ്റ്റ് എടുത്തു തുടങ്ങി പിന്നെ ഇപ്പോൾ നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. കാരണം അല്ല, ഇപ്പോൾ ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ വേസ്റ്റ് ഇവിടെ ഇരുന്ന് അതിന് മണവും ഒരിക്കലും വരും. നമുക്കിപ്പോൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് അതിന് വേണ്ടി ഒരാളെ മെനക്കെട്ട് പോകേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേസ്റ്റ് എടുത്ത് പോകുമ്പോൾ കടവ് നല്ല രീതിയിൽ വൃത്തിയായിട്ട് വയ്ക്കാനും ബാക്കി നമുക്കും പിന്നെ എല്ലാവർക്കും ഒരു നല്ലൊരു വരുന്ന കസ്റ്റമേഴ്സിനും എല്ലാത്തിനും ഒരു ഉപകാരപ്രദമാണ്. അപ്പോൾ നമുക്കതൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി കാലത്ത് വന്ന് എടുത്തു പോകുന്നതുകൊണ്ട് നമുക്കത് വേറെ തടസ്സങ്ങളില്ലാണ്ട് എന്നും ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്. മറ്റേത് 2 ദിവസത്തിൽ ഒരിക്കലായിരുന്നു വന്ന് കളക്ട് ചെയ്യുന്നത് മറ്റുള്ള ടീമുകൾ. ഇതിപ്പോൾ എല്ലാ ദിവസവും കാലത്ത് തന്നെ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല കാര്യമാണ്. എവിടെയും ഒരു കടകളുടെ മുമ്പിൽ പോയാലും അന്നൊക്കെ ഒരു 5 മാസം മുമ്പൊക്കെ ഒരു അഴുകിയ മണം ഒക്കെ നിലനിൽക്കുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും ആ ഒരു രീതിയില്ല. ഇത് കൊണ്ടുപോയി കൃത്യമായ രീതിയിൽ ഇത് ആ പ്ലാന്റിൽ കൊണ്ടുപോയി സംസ്കരിച്ച് വളമുണ്ടാക്കി കൊടകരയിൽ വളം വെക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ അത് എത്തിച്ചു കഴിഞ്ഞാൽ അത് ഈ പൂക്കൾക്കും മറ്റ് കൃഷിക്കും വീട്ടമ്മമാരും മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വലിയൊരു സംഭവമാക്കി നമ്മുടെ പഞ്ചായത്തിൽ മാറ്റാം. കടകൾ മാത്രമല്ല, നമ്മുടെ ഈ കൊടകര പഞ്ചായത്തിലെ വീടുകളിൽ നിന്ന് ഇപ്പോൾ ഈ ഫുഡ് വേസ്റ്റ് കളയാൻ പറ്റാത്ത തരത്തിലുള്ള ചില വീടുകളുണ്ടാവും. അധികം സ്ഥലമില്ലാത്തവർ, അപ്പാർട്ട്മെൻറ്റുകളായി താമസിക്കുന്നവർ, അല്ലെങ്കിൽ ഫ്ലാറ്റ് രീതിയിൽ താമസമുള്ളവർ, അവർക്ക് ഫുഡ് വേസ്റ്റുകൾ കളയാൻ മറ്റ് സ്ഥല സൗകര്യങ്ങളോ മറ്റുണ്ടായിരിക്കില്ല. അത്തരം വീടുകളിൽ നിന്നുള്ള അവരുടെ മാലിന്യങ്ങൾ കൂടെ കളക്ട് ചെയ്ത് ഇവിടെ സംസ്കരണത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ളത്. അപ്പോൾ ഈ മാലിന്യങ്ങൾ കൊടകര ഗ്രാമപഞ്ചായത്തിൽ ഒട്ടും തന്നെ ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിൽ എല്ലാവരും ഇതൊരു മാതൃകയാക്കാവുന്ന ഒരു പദ്ധതിയാണ്. എൻ്റെ ഒരു നേരിട്ടുള്ള അനുഭവത്തിലാണ് ഞാൻ ഈ സംഭവം പറയുന്നത്. വലിയ വിജയകരമായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയിലേക്ക് മറ്റുള്ളവരും കൂടെ പരമാവധി ഫുഡുകൾ കളയാൻ സൗകര്യമില്ലാത്തവരെല്ലാം ഈ പദ്ധതിയിലേക്ക് ഇവരുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇവരുമായി സഹകരിച്ചു പോകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.